ഹായ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ കോർപ്പറേഷനിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ജൂനിയർ ക്ലർക്കിൻ്റെ എക്സാമിന് 10/49/2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡീൽഡ് വിത്ത് ഓൺലി. Option A, at the members meeting. Option B, at the meeting of managing committee. Option C, at the level of president. Option D, at the office of registrar. ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് കൈകാര്യം ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്ടേഴ്സ്, നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അവരുടെ അപ്പോയിൻമെൻറ്റ് കൈകാര്യം ചെയ്യുന്നത് ആരാണെന്ന്. അതെങ്ങനെയാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, അറ്റ് ദ മെമ്പേഴ്സ് മീറ്റിംഗ്. മെമ്പേഴ്സ് ആണല്ലോ ഒരു സൊസൈറ്റിയിൽ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അപ്പോയിൻ്റ് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത് ആരാണ്? നമ്മുടെ മെമ്പേഴ്സാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പേഴ്സ്, അറ്റ് ദ മെമ്പേഴ്സ് മീറ്റിംഗ് എന്നാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി മാനേജിങ് കമ്മിറ്റി, അങ്ങനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുത്ത് ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും അതിൽ നിന്ന് പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡൻറ്റിനെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത് ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്നായിരിക്കും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചേർന്നിട്ടായിരിക്കും അത് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത് അറ്റ് ദ മെമ്പേഴ്സ് മീറ്റിങ്ങിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് യൂണിറ്റ് ഇൻ ഇന്ത്യ ആർ എക്സ്റ്റെൻഡഡ് വിത്ത് ഫെസിലിറ്റീസ് ബൈ. ഓപ്ഷൻ എ NCCU, ഓപ്ഷൻ ബി NCDC, ഓപ്ഷൻ സി SCU, ഓപ്ഷൻ ഡി NCCF. നമ്മുടെ എവിടുത്തെ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് പ്രോസസ്സിങ് യൂണിറ്റ്സിനെല്ലാം എന്താണ് അവരുടെ ഫെസിലിറ്റീസ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചത്. അവർക്ക് സൗകര്യങ്ങളെല്ലാം കൊടുക്കുന്നത് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് യൂണിറ്റിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, NCDC ആണ്, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. പ്രോസസ്സിംഗ് യൂണിറ്റുകൾക്കെല്ലാം അതിൻ്റെ ഫെസിലിറ്റീസ് കൊടുക്കുന്നത് NCDC ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അപ്പെക്സ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇൻ കൺട്രി ഫോർ പ്രൊമോട്ടിംഗ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഓപ്ഷൻ എ നാഫ്സ്കോബ്, ഓപ്ഷൻ ഡി NCDC, ഓപ്ഷൻ സി നബാർഡ്, ഓപ്ഷൻ ഡി NDDB. നമ്മുടെ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, നമ്മുടെ കൺട്രിയിൽ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന അപ്പെക്സ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, നബാർഡാണ്. ഈ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും അതിൻ്റെ ആൻസർ നബാർഡായിരിക്കും. ഇതിൽ അപ്പെക്സ് ഡെവലപ്മെൻറ്റ് ബാങ്ക്, നബാർഡ് എന്ന് പറയുന്നത് അപ്പെക്സ് ബാങ്കാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ, നമ്മുടെ കൺട്രിയിലെ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന അപ്പെക്സ് ഡെവലപ്മെൻറ്റ് ബാങ്കാണ് നബാർഡ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് നബാർഡിൻ്റെ ഫുൾ ഫോം വന്നിട്ട്. ഈ ഇങ്ങനെ റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് വന്നാൽ മിക്കവാറും അതിൻ്റെ ആൻസർ നബാർഡായിരിക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് കേട്ടോ. ഈ നാഫ്സ്കോബ് എന്ന് പറയുന്നത് നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ നാഷണൽ ലെവൽ ഫെഡറേഷനാണ് നാഫ്സ്കോബ് എന്ന് പറയുന്നത്. NCDC നമ്മളിപ്പോൾ പറഞ്ഞു നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. NDDB നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡാണ്. നമ്മുടെ എന്താണ് ഡയറി മേഖലയിലെ അപ്പെക്സ് ആണ് NDDB എന്ന് പറയുന്നത്, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, the need for professional management in cooperatives is mainly for. Option A cooperative democracy, option B rational decision making, option C effective member representation, option D private profit. നമ്മുടെ കോപ്പറേറ്റീവ്സിലെ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോപ്പറേറ്റീവ്സിൽ ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റിൻ്റെ ആവശ്യകത എന്തിനാണെന്ന്. അത് ഓപ്ഷൻ കോപ്പറേറ്റീവ് ഡെമോക്രസിക്കാണോ, റേഷണൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് വെച്ചാൽ റേഷണൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന്, പിന്നെ ഇഫക്റ്റീവ് ആയിട്ടുള്ള മെമ്പർ റെപ്രസെൻറ്റേഷന്, പിന്നെ അതുപോലെ പ്രൈവറ്റ് പ്രോഫിറ്റിന്, ഇതിന് സ്വകാര്യ ലാഭം, അതാണ് പ്രൈവറ്റ് പ്രോഫിറ്റ്. ഇതിലേതിനാണ് കോപ്പറേറ്റീവിൽ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് വേണമെന്ന് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, റാഷണൽ ഡിസിഷൻ മേക്കിംഗ്. കറക്റ്റ് സമയത്ത് ശരിയായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോപ്പറേറ്റീവ്സിൽ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് വേണം എന്ന് പറയുന്നത്.
ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലെവി ചാർജ്ഡ് ബൈ ദ ഗവൺമെൻറ് ഫ്രം പ്രൈവറ്റ് മിൽ ഓണേഴ്സ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ഫണ്ട് കോൾഡ് ഡാഷ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹാൻഡ്ലൂം ആൻഡ് ഖാദി ഇൻഡസ്ട്രീസ് ഫ്രം വിച്ച് റിബേറ്റ് ഈസ് ഓൾസോ പെയ്ഡ്. ഗവൺമെൻറ് ഒരു ഫണ്ട് രൂപീകരിച്ചിരിക്കുന്നതിൻ്റെ കാര്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ ഖാദി, ഹാൻഡ്ലൂം ആൻഡ് ഖാദി ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും പിന്നെ അവർക്ക് റിബേറ്റ് പേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഗവൺമെൻറ് ഒരു ഫണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. ആ ഫണ്ട് എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഈ പ്രൈവറ്റ് മിൽ ഓണേഴ്സിൽ ലെവി ചാർജ് ചെയ്തിട്ടാണ് അവർ ഈ ഫണ്ട് രൂപീകരിച്ചിരിക്കുന്നത്. ആ ഫണ്ടിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റിസർവ് ഫണ്ട്, ഓപ്ഷൻ ബി സർപ്ലസ് ഫണ്ട്, ഓപ്ഷൻ സി സെസ് ഫണ്ട്, ഓപ്ഷൻ ഡി ഗഹാൻ. ഓക്കെ, അപ്പോൾ ഈ ഹാൻഡ്ലൂം ഖാദി ഇൻഡസ്ട്രീസിൽ റിബേറ്റ് കൊടുക്കുന്നതിനും അവരുടെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ട് ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫണ്ട് ഏതാണെന്ന്. ആ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പ്രൈവറ്റ് മിൽ ഓണേഴ്സിൽ നിന്നാണ്. അവരുടെ അടുത്ത് ലെവി ചാർജ് ചെയ്തിട്ടാണ് ആ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫണ്ടിൻ്റെ പേരെന്താ? ഓപ്ഷൻ സി ആണ്, സെസ് ഫണ്ട്. ഓക്കെ, അപ്പോൾ ഇതല്ലാതെയും ചോദിക്കാറുണ്ട്, ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഹാൻഡ്ലൂം ആൻഡ് ഖാദി ഇൻഡസ്ട്രീസിൽ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. മിക്കവാറും അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആണെങ്കിൽ അത് സെസ് ഫണ്ടാണ്. പിന്നെ വേറൊരെണ്ണവും കൂടി ഉണ്ട് ഇതിൽ, ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. ഈ ഹാൻഡ്ലൂം ആൻഡ് ഖാദി ഇൻഡസ്ട്രീസിൽ ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയിട്ട് രൂപീകരിക്കുന്ന ഫണ്ട് ഏതാണെന്ന്. ആ ഫണ്ടാണ് ത്രിഫ്റ്റ് ഫണ്ട്. ത്രിഫ്റ്റ് ഫണ്ട്. ഓക്കെ, അപ്പോൾ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിന് രൂപീകരിക്കുന്നതാണ് സെസ് ഫണ്ട്, ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടി രൂപീകരിക്കുന്നതാണ് ത്രിഫ്റ്റ് ഫണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് റിസർവ് ഫണ്ടാണ്, സൊസൈറ്റിയിൽ രൂപീകരിക്കുന്നതാണ്. അതുപോലെ സർപ്ലസ് ഫണ്ടും നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് എടുക്കുന്നതാണ് ഈ റിസർവ് ഫണ്ട്. അതെല്ലാം ഗഹാൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എന്താണ്, ഗഹാൻ ഒരു സ്ഥലത്തിന് ഗഹാൻ ഉണ്ടാക്കുന്നു, ആ സംഭവമാണ് ഗഹാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫണ്ടായിട്ട് വരില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റർസ്റ്റേറ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി വർക്കിംഗ് ഇൻ ദ കൺട്രി ഫോർ ദ മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്. ഓപ്ഷൻ എ നാഫ്സ്കോബ്, ഓപ്ഷൻ ബി ക്യാംകോ, ഓപ്ഷൻ സി NCBI, ഓപ്ഷൻ ഡി നാഫിക്സ്. ഇതിൽ ഇൻ്റർസ്റ്റേറ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി, നമ്മുടെ രാജ്യത്തുള്ള ഇൻ്റർസ്റ്റേറ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർ മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർസ്റ്റേറ്റിലുള്ള മാർക്കറ്റിംഗ് സൊസൈറ്റി ഏതാണെന്നാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ക്യാംകോ. സെൻട്രൽ അറക്കനട്ട് ആൻഡ് കൊക്കോ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ്സ് എന്നാണ് ക്യാംകോയുടെ ഫുൾ ഫോം വന്നിട്ടുള്ളത്. കേരളത്തിലും കർണാടകത്തിലുമാണ് ഈ ക്യാംകോയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വരുന്നത്. സോ അതെന്താണ്, ഇൻ്റർ സ്റ്റേറ്റ് ആണ്. 2 സ്റ്റേറ്റും അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ആണ്. കേരളവുമുണ്ട് കർണാടകയുമുണ്ട്. അത് കാരണം അതൊരു ഇൻ്റർ സ്റ്റേറ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റിയാണ്. പിന്നെ അതിൻ്റെ പേരിൽ തന്നെ അറിയാം, കൊക്കോ അറക്കനട്ട് ആൻഡ് കൊക്കോ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ്സ് എന്നാണല്ലോ. സോ അതൊരു മാർക്കറ്റിംഗ് സൊസൈറ്റിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്യാംകോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ മാനേജിംഗ് കമ്മിറ്റി ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ലിമിറ്റഡ് ടു. ഓപ്ഷൻ എ 11, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 13, ഓപ്ഷൻ ഡി 15. മാനേജിംഗ് കമ്മിറ്റി, പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ മെമ്പേഴ്സിൻ്റെ നമ്പർ എത്രയായിട്ട് ലിമിറ്റ് ചെയ്തിരിക്കുന്നു എന്ന്. നമ്മുടെ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ എത്ര വരെ ആകാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 15. മിനിമം എത്രയാണ്? 7 ആണ് കേട്ടോ. 7 പേര് മുതൽ 15 പേര് വരെ വരാം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ വരാം, മാനേജിംഗ് കമ്മിറ്റിയിൽ വരാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ദ ഇയർ. ഓപ്ഷൻ എ 1969, ഓപ്ഷൻ ബി 1970, ഓപ്ഷൻ സി 1971, ഓപ്ഷൻ ഡി 1972. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, SCU എന്നാണ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് നമ്മുടെ. SCU എന്നാണ് എക്സിസ്റ്റൻസിൽ വന്നത്. SCU വന്ന വർഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1970. 1970 SCU വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാംനിക്കോം പൂനെ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ. ഓപ്ഷൻ എ NCDC, ഓപ്ഷൻ ബി NDDB, ഓപ്ഷൻ സി NCCT, ഓപ്ഷൻ ഡി NCUI.
നമ്മുടെ വാംനിക്കോം, വൈകുണ്ഠ മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻ്റ് ആണ്, പൂനെയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, NCUI. NCUI എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് വാംനിക്കോം. അടുത്ത ക്വസ്റ്റ്യൻ, എ കോപ്പറേറ്റീവ് സൊസൈറ്റി എയിം അറ്റ് ഡാഷ് ലൈഫ് ടു വീക്കർ സെഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി. ഓപ്ഷൻ എ ഇൻഡസ്ട്രിയൽ, ഓപ്ഷൻ ബി കോർപ്പറേറ്റ്, ഓപ്ഷൻ സി മൊണോപോളിസ്റ്റിക്, ഓപ്ഷൻ ഡി ട്രഡീഷണൽ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അവിടുത്തെ വീക്കർ സെക്ഷന് എന്ത് തരത്തിലുള്ള ലൈഫ് കൊടുക്കണം എന്നാണ് എയിം ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, കോർപ്പറേറ്റ് ആണ്. കോഓപ്പറേറ്റ് അല്ല കേട്ടോ, കോർപ്പറേറ്റ്. അപ്പോൾ എ കോപ്പറേറ്റീവ് സൊസൈറ്റി എയിം അറ്റ് കോർപ്പറേറ്റ് ലൈഫ് ടു ദ വീക്കർ സെക്ഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബെനഫിറ്റ് ഓഫ് കോപ്പറേഷൻ ഡു നോട്ട് ഇൻക്ലൂഡ്. ഓപ്ഷൻ എ സോഷ്യൽ, ഓപ്ഷൻ ബി എക്കണോമിക്, ഓപ്ഷൻ സി പൊളിറ്റിക്കൽ, ഓപ്ഷൻ ഡി എഡ്യൂക്കേഷണൽ. കോപ്പറേഷൻ്റെ ബെനഫിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത, വരാത്ത ഒരു കാര്യം ഏതാണെന്ന്, ബെനഫിറ്റ് അല്ലാത്ത ഒരു കാര്യം. ആൻസർ ഓപ്ഷൻ സി ആണ്, പൊളിറ്റിക്കൽ. ബാക്കിയെല്ലാം സോഷ്യൽ, എക്കണോമിക്, എഡ്യൂക്കേഷണൽ ഇതെല്ലാം ബെനഫിറ്റ് ഓഫ് കോപ്പറേഷൻ ആണ്. അതിൽ ഇൻക്ലൂഡ് ആവാത്തത് പൊളിറ്റിക്കലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഹൂസ് മൊറാലിറ്റി ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ഹിസ് വില്ലിങ്നെസ് ടു ഡു ദ റൈറ്റ് തിങ് ഇവൻ ഇഫ് ഇറ്റ് ഈസ് ഹാർഡ് ഓർ ഡേഞ്ചറസ് ഈസ്. ഓപ്ഷൻ എ സോഷ്യൽ, ഓപ്ഷൻ ബി ഇക്വാലിറ്റി, ഓപ്ഷൻ സി ഡെമോക്രാറ്റിക്, ഓപ്ഷൻ ഡി എത്തിക്കൽ. എന്ന് വെച്ചാൽ ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യാനായിട്ട്, ആ കാര്യം ഹാർഡായിരിക്കാം, ഡേഞ്ചറസ് ആയിരിക്കാം, ആ കാര്യം ചെയ്യാനായിട്ട് വില്ലിങ് ആണെങ്കിൽ അതിനെ പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലിങ് ആണെങ്കിൽ അതിനെ പറയുന്നത് എന്താണെന്നാണ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി ആണ്, എത്തിക്കലാണത്. അടുത്ത ക്വസ്റ്റ്യൻ, വില്ലിങ്നെസ് ടു ഗീവ് ഹെൽപ്പ് ഓർ ടൈം ടു അതേഴ്സ്. ഓപ്ഷൻ എ ഓപ്പൺനെസ്, ഓപ്ഷൻ ബി ജനറോസിറ്റി, ഓപ്ഷൻ സി ഓണസ്റ്റി, ഓപ്ഷൻ ഡി കൈൻഡ്നെസ്. ഒരാളെ ഹെൽപ്പ് ചെയ്യാനും അയാൾക്ക് ടൈം കൊടുക്കാനുമുള്ള വില്ലിങ്നെസ്സിനെ എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മറ്റൊരാൾക്ക് സഹായമോ അല്ലെങ്കിൽ സമയമോ നൽകാനുള്ള വില്ലിങ്നെസ്, സന്നദ്ധത, അതിനെന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ജനറോസിറ്റി. ഓക്കെ, ജനറോസിറ്റി എന്ന് പറയണത് ഔദാര്യം എന്നാണ് അതിൻ്റെ കറക്റ്റ് മലയാളം വേർഡ് കേട്ടോ, ജനറോസിറ്റി. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലുള്ള കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു 4 ക്വസ്റ്റ്യൻ പറഞ്ഞില്ല, അതുപോലത്തെ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എ ഫണ്ടമെൻ്റൽ ട്രൂത്ത് ഓർ പ്രപ്പോസിഷൻ ദാറ്റ് സെർവ് ആസ് ദ ഫൗണ്ടേഷൻ ഫോർ എ സിസ്റ്റം ഓഫ് ബിലീഫ് ഓർ ബിഹേവിയർ ഓർ ഫോർ എ ചെയിൻ ഓഫ് റീസണിങ്. ഓപ്ഷൻ എ റെഗുലേഷൻ, ഓപ്ഷൻ ബി എത്തിക്സ്, ഓപ്ഷൻ സി പ്രിൻസിപ്പിൾസ്, ഓപ്ഷൻ ഡി മൊറാലിറ്റി. ഓക്കെ, അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രിൻസിപ്പിൾസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ കമ്മിങ് അണ്ടർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് റോച്ച്ഡെയിൽ ഡസ് നോട്ട് ഇൻക്ലൂഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്, ഓപ്ഷൻ എ ഓപ്പൺ മെമ്പർഷിപ്പ്, ഓപ്ഷൻ ബി ക്യാഷ് ട്രേഡിങ്, ഓപ്ഷൻ സി ഡെമോക്രാറ്റിക് കൺട്രോൾ, ഓപ്ഷൻ ഡി ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, ഇതിൽ റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ, അത് റോച്ച്ഡെയിൽ പൈനിയേഴ്സ് ആണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന് രൂപം കൊടുത്തത്. അതിൽ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ കം അണ്ടർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് റോച്ച്ഡെയിൽ പൈനിയേഴ്സ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. എസെൻഷ്യൽ പ്രിൻസിപ്പിളിൽ വരാത്തത്, അത് എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ആൻഡ് നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്ന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എസെൻഷ്യൽ പ്രിൻസിപ്പിളിൽ വരാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്, ക്യാഷ് ട്രേഡിംഗ് ആണ് ആൻസർ വരുന്നത്. അത് എസെൻഷ്യൽ പ്രിൻസിപ്പിളിൽ ഉൾപ്പെടുന്നതല്ല. ഓക്കെ, ഇത് നമ്മൾ ഈ
എവല്യൂഷൻ ഓഫ് പ്രിൻസിപ്പിൾസ്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റി ഒരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ റോച്ച്ഡെയിൽ പൈനിയേഴ്സ് ആദ്യമായിട്ട് രൂപം കൊടുത്ത പ്രിൻസിപ്പിൾസ് മുതൽ നമ്മുടെ 1995 ICA ലാസ്റ്റ് ചെയ്ത പ്രിൻസിപ്പിൾസ് വരെയുള്ളത് ഓരോ പ്രാവശ്യം ഓരോ ഘട്ടത്തിലുള്ള പ്രിൻസിപ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഈ ഓരോ പ്രിൻസിപ്പിൾസും റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസിൻ്റെയും അതുപോലെ തന്നെ 1937 ഫസ്റ്റ് റീഫോമുലേറ്റഡ് പ്രിൻസിപ്പിളും പിന്നെ 66 കാർവേസ് പ്രിൻസിപ്പിൾസും അതുപോലെ 1995 പ്രിൻസിപ്പിൾസും എല്ലാം പഠിക്കണം. അതെല്ലാം ഇപ്പോൾ ഓരോന്നും എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് അല്ലാത്തത് ക്യാഷ് ട്രേഡിംഗ് ആണ്, ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോള്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പിന്നെ പാട്രണേജ് ഡിവിഡൻഡ്. ഓക്കെ, പാട്രണേജ് ഡിവിഡൻഡ്, ഇത്രയുമാണ് നമ്മൾ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ആയിട്ട് കണക്കാക്കുന്നത്. ഈ ക്യാഷ് ട്രേഡിങ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ഇതെല്ലാം എന്താണ്? നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ എവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, താല്പര്യമുള്ളവർ കയറി കാണുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എത്തിക്കൽ വാല്യൂ ഓഫ് കോപ്പറേറ്റീവ് ഡു നോട്ട് ഇൻക്ലൂഡ്. ഓപ്ഷൻ എ ഓപ്പൺനെസ്, ഓപ്ഷൻ ബി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഓപ്ഷൻ സി കെയറിംഗ് ഫോർ അതേഴ്സ്, ഓപ്ഷൻ ഡി സോളിഡാരിറ്റി. ഇതിൽ എത്തിക്കൽ വാല്യൂ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, സോളിഡാരിറ്റി ആണ്. സോളിഡാരിറ്റി എന്ന് പറയുന്നത് ഐക്യദാർഢ്യം, അതൊരു എത്തിക്കൽ വാല്യൂ അല്ല. ഈ ഓപ്പൺനെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കെയറിംഗ് ഫോർ അതേഴ്സ്, അതെല്ലാം എന്താണ്? എത്തിക്കൽ വാല്യൂ ആണ്, കോർപ്പറേഷൻ്റെ എത്തിക്കൽ വാല്യൂസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, Dash formulated for the first time defined practical rules and successfully demonstrated the gainful possibilities of cooperative actions. Option A Robert Owen, option B William King, option C Rochdale Pioneers, option D George Davidovic. ഇതിൽ ആദ്യമായിട്ട് നമ്മുടെ പ്രിൻസിപ്പിൾസ് രൂപപ്പെടുത്തിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് പ്രിൻസിപ്പിൾസ് രൂപപ്പെടുത്തി അത് വിജയകരമായി സക്സസ്ഫുള്ളായി അങ്ങനെയുള്ളത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, റോച്ച്ഡെയിൽ പൈനിയേഴ്സ്. ആദ്യമായിട്ട് പ്രിൻസിപ്പിൾസ് രൂപീകരിച്ച് അത് സക്സസ്ഫുൾ ആയിട്ട് റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് ICA അപ്പോയിൻറ്റ് ദ കാർവേ കമ്മീഷൻ ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്? ഓപ്ഷൻ എ 1844, ഓപ്ഷൻ ബി 1934, ഓപ്ഷൻ സി 1937, ഓപ്ഷൻ ഡി 1964. ആൻസർ ഓപ്ഷൻ സി ആണ്, 1964. ഓക്കെ, നമ്മുടെ ICA കാർവേ കമ്മിറ്റീനെ, DG കാർവേയുടെ നേതൃത്വത്തിലുള്ള കാർവേ കമ്മീഷനെ നിയമിച്ചത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1964 അത് സെക്കൻഡ് റീഫോമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ആയിരുന്നു. ആദ്യം ICA ഇത് റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ അതേ പ്രിൻസിപ്പിൾസ് തന്നെ അവരത് അഡോപ്റ്റ് ചെയ്തത് 1937 അതിനുള്ള കമ്മീഷൻ അവർ രൂപീകരിച്ചത് 1934. എന്നിട്ട് 37 ആ പ്രിൻസിപ്പിൾസ് അവർ അഡോപ്റ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് 1964. അത് കാർവേ കമ്മിറ്റീനെ നിയോഗിച്ചതാണ്. അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാ 1966 അവർ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഓക്കെ, പിന്നെ അടുത്തത് ഇവാൻ മാക്ഫേഴ്സനെ ഇതാക്കിക്കൊണ്ട് ഇവാൻ മാക്ഫേഴ്സൻ്റെ ചുമതലയിൽ വേറൊരു കമ്മിറ്റീനെ നിയോഗിച്ചു. അത് 1992 അവർ 1994 റിപ്പോർട്ട് സമർപ്പിച്ചു. 1995 ICAയുടെ മീറ്റിങ്ങിൽ വെച്ചിട്ട് ആ റിപ്പോർട്ട് പ്രിൻസിപ്പിൾസ് ICA അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ്സ് അഡോപ്റ്റഡ് ബൈ ICA നീഡഡ് ഫോർ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റിലേഷൻഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് ഇൻക്ലൂഡ്. ഓപ്ഷൻ എ വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഓപ്ഷൻ ബി ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോള്, ഓപ്ഷൻ സി കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി, ഓപ്ഷൻ ഡി മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ICA അഡോപ്റ്റ് ചെയ്ത കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ് ഈസ്. ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ജർമ്മനി, ഓപ്ഷൻ സി USA, ഓപ്ഷൻ ഡി ഇംഗ്ലണ്ട്.
കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ വേൾഡിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ബർത്ത് പ്ലേസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇംഗ്ലണ്ട്. ഇത് 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. കുറച്ച് ഈ 2024 തന്നെ 2023 അങ്ങനെ അധികം നമുക്ക് ഈ ഫോറിൻ കോർപ്പറേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടേ ഇല്ല. ഇതിപ്പോൾ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഫോറിൻ കോർപ്പറേഷനിൽ നിന്നുള്ളതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ഇന്ത്യ ഓൺ 19th August. ഓപ്ഷൻ എ 1940, ഓപ്ഷൻ ബി 1980, ഓപ്ഷൻ സി 2002, ഓപ്ഷൻ ഡി 2003. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നാണ് പ്രാബല്യത്തിൽ വന്നതെന്ന് 19 August വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, 2002 വന്നത്. ഓക്കെ, ഇത് ആദ്യം 1942 മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വരുന്നത്. പിന്നെ അതിന് വീണ്ടും മാറ്റം വന്നതാണ് 1984. 1984 ഈ മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നുള്ളത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നായിട്ട് മാറി. പിന്നെ അത് വീണ്ടും അമെൻമെൻറ്റ് ചെയ്തതാണ് ഈ 2002 ആക്ട്. ഓക്കെ, അങ്ങനെ 2 പ്രാവശ്യം അത് അമെൻമെൻറ്റ് ചെയ്തു. ആദ്യം വന്നത് 1942. അന്നേരം അത് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഡെപ്പോസിറ്റ് മെയ്ഡ് ബൈ എ കൺസ്യൂമർ മെമ്പർ ഇൻ എ കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ ഇൻ അഡ്വാൻസ് പർച്ചേസ് so that cash payment for each transaction is avoided. Option A trade deposit, option B cash credit, option C reserve fund, option D share capital. ഒരു കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോറിൽ മെമ്പർ ഡെപ്പോസിറ്റ് ചെയ്യുവാണ് എന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്തിട്ട് ഓരോ പ്രാവശ്യം പർച്ചേസ് ചെയ്യുന്നതിന്, അങ്ങനെ പണം അടച്ചുകൊണ്ടിരിക്കുന്നതിന് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡെപ്പോസിറ്റ് ഈ സ്റ്റോറിൽ, നമ്മുടെ കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോറിൽ ഒരു ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ഈ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ട്രേഡ് ഡെപ്പോസിറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ സെൻറ്റേഴ്സ് ഫോർ ദ ട്രെയിനിങ് ഓഫ് ജൂനിയർ ആൻഡ് ഇൻ്റർമീഡിയറ്റ് വർക്കേഴ്സ് ആർ ലുക്ക്ഡ് ആഫ്റ്റർ ബൈ. ഓപ്ഷൻ എ NCCT, ഓപ്ഷൻ ബി NCDC, ഓപ്ഷൻ സി SCU, ഓപ്ഷൻ ഡി CEIS. ട്രെയിനിങ് ജൂനിയർ ആൻഡ് ഇൻ്റർമീഡിയറ്റ് വർക്കേഴ്സിന് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, SCU, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ കീ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ വിച്ച് മീൻസ് ദാറ്റ് ഈച്ച് മെമ്പർ ഹാസ് ഓൺലി 1 vote ആൻഡ് നോ മോർ irrespective of the number of shares held by him. Option A open membership, option B democratic control, option C member economic participation, option D limited interest on share capital. ഇത് ചോദിച്ചിരിക്കുന്നത് കോർപ്പറേഷൻ്റെ ഒരു കീ പ്രിൻസിപ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു മെമ്പറിന് 1 വോട്ട്, ഒരാൾക്ക് 1 വോട്ടാണ്. അത് അയാളുടെ ഷെയറിലൊന്നും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ഷെയറിന് 1 വോട്ട് എന്നല്ല നമ്മൾ പറയുന്നത്, ഒരാൾക്ക്, ഒരു മെമ്പറിന് 1 വോട്ട് എന്നാണ് പറയുന്നത്. അയാൾ എത്ര ഷെയർ ഉണ്ടായാലും ഒരു മെമ്പർക്ക് 1 വോട്ടാണ് ഉള്ളത്. അതിൻ്റെ കീ പ്രിൻസിപ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡെമോക്രാറ്റിക് കൺട്രോൾ. ഒരാൾക്ക് 1 വോട്ട് എന്ന രീതിയിലായിരിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് ഷെയർ ആയിരിക്കും അത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 1049/2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്